നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അതായത് ഇന്നൊരു ചട്നിയാണ് നമ്മൾ ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ എണ്ണയില്ലാതെ ആണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഉള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും ഇട്ട് എണ്ണയില്ലാതെ നമ്മൾ പതുക്കെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ വഴറ്റിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി വഴന്നു കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ട് ചെറുതായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയില്ലാതെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഈ തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴന്നതിന് ശേഷം ബാക്കി പൊടികളൊക്കെ നമുക്കിടാം. തക്കാളി ഒന്ന് വേകാനായിട്ട്, ഒന്ന് വാടാനായിട്ട് ഞാൻ അടച്ചു വെച്ചിരുന്നു കേട്ടോ. നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വെള്ളം അതിലേക്ക് വീണു. അപ്പോൾ ഒന്നത് തക്കാളി വാടിയിട്ടുണ്ട്. അതായത് ടൊമാറ്റോ. ചില പുതിയ കുട്ടികൾക്ക്, അതായത് പുതിയ ആൾക്കാർക്ക് ഈ തക്കാളി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ അവർ ഈ തക്കാളി എന്ന് പറയുന്നത് സാധനം, അതായത് ടൊമാറ്റോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം. അതിൻ്റെ കൂടെ മല്ലിയിലയും കൂടെ ഇടാം. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കരിവേപ്പിലയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മല്ലിയില ഇട്ടത്. കരിവേപ്പില ഇട്ടാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയില ഇട്ടു. മല്ലിയിലയും ഇടാം, കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ഇട്ട് കഴിഞ്ഞാലും ഒരു ടേസ്റ്റ്. ഈ ചട്നി ഒരു 2-3 ദിവസം ഇരിക്കും കേട്ടോ. ഇത് ദോശയ്ക്കും ഇഡലിക്കും പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും വല്ല ബ്രെഡിൽ ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഇടാനും ഇത് നല്ലതാട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. ഇത് ഒരു 2-3 ദിവസം ഇരിക്കും ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു കഴിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കണം. അപ്പോൾ അത് വാടാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണ്. അതൊന്ന് ഇങ്ങനെ വാടിക്കഴിയും. അതായത് വാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വഴന്നു കഴിയും. അപ്പോൾ ഈ അടച്ചു വയ്ക്കുമ്പോൾ അതിലൊന്ന് വേഗം അത് മുളകും പിന്നെ നമ്മുടെ തക്കാളി. അപ്പം എണ്ണയില്ലല്ലോ, എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് വഴന്നേനെ. ഇത് എണ്ണയില്ലാതെയാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുക. അതായത് 2-3 ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഒരു 2 മിനിറ്റ് ആയപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തുള്ളിത്തുള്ളിയായിട്ട് വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. നമുക്കിത് ആറാൻ വയ്ക്കാം കേട്ടോ. ചെറു ചൂടിലൊന്ന് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മുളക് പൊടി അതെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്കിത് ആറിക്കഴിഞ്ഞ് ഞാനിത് അരച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത് മിക്സിയിൽ തരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അധികം വെള്ളം ഒഴിക്കാതെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിന് നമുക്ക് കടുക് വറുത്തിടാം. ഞാൻ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു ശകലം ജീരകം, ജീരകമായി കഴിയുമ്പോഴത്തേക്കും ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയിൽ അത് ഇട്ട് കൊടുക്കാം. ഇതിലെനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ ഈ കയ്യിൽ മൊബൈലായിരുന്നു. അപ്പം ഞാനത് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഒഴിച്ചപ്പം അത് ഭയങ്കരമായിട്ട് ആളിപ്പിടിച്ചു. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഓർമ്മയുണ്ടാവണം കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ടായില്ല.
അപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ച വഴി അത് തീ ആളിക്കത്തി. അപ്പോൾ നിങ്ങളതൊരിക്കലും ചെയ്യരുത്. അപ്പം ശ്രദ്ധ വയ്ക്കണേ, മറക്കല്ലേ. ഞാൻ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അതെല്ലാം കൂടെ കത്തിപ്പിടിക്കുന്നു. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ചെറിയൊരു ആളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ എണ്ണ പുറത്തേക്ക് തൂവി കാണുമായിരിക്കും, അതിനാലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പം നമ്മുടെ ചട്നി ഇങ്ങനെ വെന്ത് തുടങ്ങി കേട്ടോ. അതായത് ഇതിനകത്ത് കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കായ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, കായാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഒരു തരി കായ ഇട്ട് കൊടുക്കുക. ഇത് ഇളക്കി കഴിഞ്ഞു. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണേ, നമ്മൾ ആ ഗ്രേവി ഒഴിക്കുമ്പം എണ്ണയുള്ള സമയത്ത് ഞാൻ തീ കുറച്ച് വെച്ചിരുന്നു, എന്നാലും അങ്ങനെ ചെയ്യരുത്. ഒന്നെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കൂടിയത് കൊണ്ടായിരിക്കാം. നമ്മൾക്കൊരു 2 സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് വേണമായിരുന്നു ഇത് ഒഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണേ. അപ്പം ശരി, അത് എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും പറയുകയാണ്, എൻ്റെ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് മറന്നുപോയിരുന്നു, അതാണ് എനിക്ക് പറ്റിയത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആക്കുമ്പോൾ നമ്മൾ മറന്നു പോകുമല്ലോ, അത് ഓർമ്മയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തീ വല്ലാതെ അതിങ്ങനെ ആളി കത്തി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വെള്ളം ഞാൻ മിക്സിയിൽ അരയ്ക്കാൻ നേരത്ത് ഒഴിച്ചിരുന്ന വെള്ളമില്ലേ, ഈ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യത്തിന് വേണ്ടപ്പോഴൊക്കെ നമുക്ക് എടുക്കാം. ഇതൊരു 3 ദിവസം ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ അതിൽ കൂടുതൽ ഇരിക്കുമായിരിക്കും, എന്നാലും അല്ലാതെ 3 ദിവസം നമ്മൾ വെച്ചിരുന്നാൽ അതിരുന്നോളും. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മല്ലിയില ഇങ്ങനെ ആക്കി, നിങ്ങൾക്ക് കരിവേപ്പിലയോ മല്ലിയിലയോ അതൊക്കെ ഇങ്ങനെ തൂകി ഉപയോഗിക്കാം കേട്ടോ. ഞാനിതിന് ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു, ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ എരിവ്, പുളി അതിനെ എല്ലാം അത് പഞ്ചസാര ക്രമീകരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ കായവും പിന്നെ പഞ്ചസാരയും, ഒരു 1/4 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു കായം, അത്രയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റിൽ നമ്മുടെ ചട്നി റെഡിയായി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനൊരു പ്രായമായ ഒരാളാണേ. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പം ഒരു പണിയുമില്ല. അപ്പം എന്തെങ്കിലും ഇങ്ങനെ ആവാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്ത് ലൈക്കും ചെയ്യണം. അത് പറയാൻ മറന്നുപോയി, ലൈക്ക് ചെയ്യണേ. ചട്നി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. മുളക് ഉള്ളിയും തക്കാളിയും കൂടെ ചേർന്ന ചട്നി, നല്ല എരിവുള്ള ചട്നി. അതിൻ്റെ ഒപ്പം നല്ല ഉഗ്രൻ ഗോതമ്പ് ദോശ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കറിയില്ലല്ലേ, എനിക്കേ അറിയുള്ളൂ അത്. ഓക്കെ.